അയ്യപ്പേട്ടാ, നിലമ്പൂരാണ് വിഷയം. നിലമ്പൂരിൽ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുന്നു. UDF ആണെങ്കിൽ അൻവറിന് നേരെ വാതിലൊക്കെ കൊട്ടിയടച്ചു, കടക്ക് പുറത്ത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് എന്തായാലും കുറച്ച് വോട്ട് കിട്ടും. അപ്പോൾ അൻവർ ഈ സ്വതന്ത്ര വേഷം, ആ ഒരു കുപ്പായം അങ്ങ് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് ആർക്ക് പോകാനായിരിക്കും സാധ്യത? അതായത് ഇതിനകത്ത് അൻവർ ഇപ്പൊ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത് അൻവറിനെ സംബന്ധിച്ച് അൻവർ പിണറായി വിരുദ്ധ ശബ്ദവുമായി വന്ന ഒരാളാണ്. രണ്ട് കൂട്ടരെന്ന് പറയുമ്പോൾ ഒന്ന് LDF, ഒന്ന് UDF എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് നടന്നിട്ട് അദ്ദേഹത്തിന് എടുക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിയന്ത്രണമില്ലാത്ത നാവ് കാരണമാണ് ഉണ്ടായത്. അപ്പൊ ഇപ്പൊ കേൾക്കുന്ന രസകരമായ വേറൊരു വാർത്ത, അദ്ദേഹം ഇന്നലെ രാവിലെ സുബഹ നിസ്കാരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി ഈ പത്രിക പിൻവലിക്കണം. അദ്ദേഹം തന്നെ പറയുക. അപ്പം ഇതില് അദ്ദേഹം ഒരു പത്രിക പിൻവലിച്ചു. ഒരെണ്ണം അദ്ദേഹം അതിന് പറയുന്ന കാരണം എന്ന് വെച്ചാല്, ഞാൻ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇറങ്ങുമ്പോൾ തള്ളിയപ്പോഴത്തേക്ക് അത് പിൻവലിച്ചല്ല, തള്ളിയത് തന്നെ. അപ്പോ അത് ഈ പറയുന്ന രീതിയിൽ ഞാനിത് കൊടുത്തു എന്നുണ്ടെങ്കിലും ഇതിൽ എനിക്ക് നേരത്തെ ഉള്ളിൽ ഉൾക്കിടിലുണ്ടായിരുന്നു, ഇത് തള്ളുമോ എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരാൾ കള്ളം പറയുമ്പോൾ രണ്ട് കള്ളം കൂടെ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു കാര്യം വ്യവസ്ഥ സ്ഥാപിക്കാനായിട്ട് രണ്ട് കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അതിൽ രണ്ടും കള്ളം തന്നെ ആയിരിക്കും, സത്യമായിരിക്കണമെന്നില്ല. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ കൊടുത്ത പേപ്പറിൽ ഇങ്ങനെ 10 പേര് ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് അൻവറിന് അറിയാമായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു സംഗതി വെച്ചാൽ അൻവർ UDF-നേക്കാളും പേടിക്കുന്നത് LDF-നെ തന്നെയാണ്. കാരണം അദ്ദേഹം ഇങ്ങനെ എൻ്റെ കയ്യിൽ സീറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ തുറുപ്പ് ഗുലാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ റിയാസിനെ പൂട്ടും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പൂട്ടും എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് പേടിയുണ്ട്. പറയും മാത്രമല്ലല്ലോ ഏട്ടാ, കഴിഞ്ഞ ദിവസം റിയാസിനെതിരെ മറ്റേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പണം പിരിച്ചു ശബ്ദ സന്ദേശം ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞു, വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തെ അൻവറിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അൻവർ ഈ പ്രഖ്യാപനം നടത്തികളായി. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ പാടില്ല. TV-യിൽ വാർത്തയിൽ വരുമ്പോഴാണ് അത് കാണാനുള്ളത്. വാർത്തയിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നേനെ. പക്ഷെ ഈ പറയുമ്പോൾ വാപോയി കോടാലിയാവുമ്പോൾ അഥവാ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിലും പിന്നെ ഇത് കൊടുക്കാൻ മടിക്കും. കാര്യം പല കോണിൽ നിന്ന് ഫോൺ വരും, നിങ്ങൾ ഇത് കൊടുത്തു നോക്കി, നിങ്ങളെ നമുക്ക് കാണാം, നിങ്ങൾ കൊടുക്കി, ഞാൻ റിയാസിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കണേന്, ഇങ്ങനെ എനിക്ക് മറുപടി പറഞ്ഞത്. ഞാൻ മന്ത്രി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കൊടുറാ, ഇങ്ങനെ ആയിരിക്കും മലപ്പുറം ഭാഷയിൽ വരണത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് കൊടുക്കോടാ, ശരി കൊടുത്തോ. ഈ സാധാരണ കോഴിക്കോടും മലപ്പുറം ഒക്കെ എന്ന് പറഞ്ഞാൽ സമാധാന ബുദ്ധിയുടെ ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു വെട്ടാൻ പറഞ്ഞ പോത്ത് വന്നാലും പോത്തിൻ്റെ അടുത്ത് പോത്ത് അവിടെ നില്ല്, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ കോഴിക്കോടുകാരെ നാട് മലപ്പുറംകാരുടെ നാടാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ അൻവർ പൊളിയുകയാണ്. അൻവർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് പല കാര്യങ്ങളും. അല്ല, അൻവറിന്റെ പല പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അൻവർ ഇന്നിപ്പോൾ ഒരു കാര്യം പറയാണ്, അപ്പോൾ ആ കാര്യത്തോട് നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവർ അപ്പം തന്നെ പ്രസ് മീറ്റ് വിളിക്കും, ഈ വെളിപ്പെടുത്തൽ ഞാനിവിടെ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അൻവർ വായി തോന്നിയതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാം, പക്ഷെ അത് പറയേണ്ട സമയം അതായിരിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞ പോലെ നൈസായിട്ട് ഒരു പണി കൊടുത്ത് അതിൽ കൂടി വാർത്തയൊക്കെ വരുമ്പോൾ ബ്രേക്കിംഗ് എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. അതാണ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് MP ആയിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തി, ഇന്ന് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പിണറായിയുടെ ഏറ്റവും അടുത്ത ആൾ, ഒരു ഇടതുപക്ഷ MP, അദ്ദേഹം ഇപ്പം മറ്റേ നേതൃജ്ഞനോട് ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ, ഞാൻ പേര് പറയണ്ട. ഈ മഹാനും കൂടെ ഉൾപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഈ സരിതയുടെ. ഞാൻ ഈ കഥ പറയുന്നത് ഇതിന്റെ കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. സരിത സോളാർ വിഷയം ഉണ്ടാകുന്ന ഈ മഹാനും കൂടെ സരിതയെ പഞ്ചാര അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൂടെ ഉൾപ്പെട്ട ഈ കേസ് കൈരളി പീപ്പിളിൽ ഈ വാർത്ത ചെല്ലുകയാണ്. കാര്യം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ഈ മഹതി പറ്റിച്ച്. അപ്പോൾ അങ്ങനെ വാർത്ത ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് ഡെസ്കിൽ ഉള്ളവർക്ക് മണം കിട്ടി, ഈ മഹാൻ ഈ മഹാന്റെ ഫോൺ നമ്പർ ഈ മഹതി വിളിച്ച ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഡെസ്കിൽ ഇരുന്നവർ, എനിക്ക് വയ്യ, എൻ്റെ പണി പോകും, ഇങ്ങനെ വിചാരിച്ച ഞാൻ എടുത്ത് കൊടുത്ത പണി പോകും എന്നുള്ളത്. അവിടെ നിന്ന് നേരെ ഞങ്ങളന്ന് ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയം ഇന്ത്യ വിഷനിലോട്ട് ഈ സാധനം വന്നു. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഫോൺ നമ്പറുകളിൽ ഈ മഹാന്റെ ഫോൺ നമ്പർ, ഇങ്ങനെ ഇത്രയും വലിയ വ്യക്തിത്വങ്ങളെയൊക്കെ ഇവർ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാണിക്കുക. അദ്ദേഹം വീട്ടിൽ ഇരുന്ന് മാമൂണി കൊണ്ടിരുന്നപ്പോഴാണ് TV കൂടെ ഈ ഇന്ത്യ വിഷനിൽ ഫ്ലാഷ് പോകുന്നത്. ഫ്ലാഷ് അല്ല, സ്ക്രീനിൽ കാണിക്കുന്നത് ദൈവം എൻ്റെ അതെ. അപ്പൊ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റിയാസ് മാമുണ്ണണ സമയത്ത് റിയാസ് ഇത് കാണണം.
അപ്പോൾ റിയാസ് ഓഫീസിലുള്ളവർ വിളിക്കും, ആ അൻവറിൻ്റെ വാർത്ത നിങ്ങൾ കണ്ട, നിങ്ങളാണോ ഇത് ചെയ്തത്, നിങ്ങളാണോ സംസാരിച്ചത്, പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ വിളിക്കും, നിങ്ങളാണോ ചെയ്തത് എന്ന് ചോദിക്കണം, എന്ന് അൻവർ ചോദിപ്പിക്കണം. അവിടെയാണ് അൻവറിൻ്റെ കഴിവ്. അപ്പോൾ അവിടെ പരാജയപ്പെട്ടു. പിന്നെ സുഗമ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി, പത്രികയിൽ പ്രശ്നം ഉണ്ടാകും, ഞാൻ ചെയ്ത് വാങ്ങി. എന്തൊക്കെയാണ് സാർ? അദ്ദേഹം പിണറായിയെ തെരുവിളിച്ചുകൊണ്ട് ഇറങ്ങി എന്നുണ്ടെങ്കിൽ CPM പറയുന്നത് എന്തെന്നറിയോ? ഇന്നലെ ചർച്ചയിൽ അനിൽകുമാർ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അനിൽകുമാറിന് എന്താ സ്നേഹം എന്നറിയോ അൻവറിൻ്റെ കൂടെ? ശ്രീ അൻവറിനെ ഞങ്ങൾ എന്തുകൊണ്ട് പിണറായിക്കെതിരെ പറഞ്ഞിട്ട് ഇത്രയും എന്തുകൊണ്ട്? അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ ഒരിക്കലും അൻവറിന് കിട്ടുന്ന ഈ ഒരു എന്താ പറയാ ഒരു കിഴിവ് കിട്ടില്ലല്ലോ. TP ചന്ദ്രശേഖരനായി പോയനല്ലേ? ഉറപ്പായിട്ടുമില്ലേ? അൻവർ അത്രത്തോളം ചെയ്തിട്ടുണ്ടല്ലോ. അതിനകത്ത് കാരണമുണ്ട്. അൻവറിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഇപ്പൊ കോൺഗ്രസ് കഥകടച്ചെന്ന് പറയുന്നു. അൻവറിനൊരു വെളിപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്ര തെറിയല്ലേ വിളിച്ചോളൂ, അച്ഛന് സംഭവം എന്ന് പറഞ്ഞില്ലേ? എവിടെയും അൻവർ ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൂടെ അങ്ങനെയല്ല. VD സതീശൻ അഹങ്കാരിയാണ്, എന്നെ തേച്ചു, എന്നെ ചവിട്ടി. അൻവറിനറിയാം ഇനിയും തിരിച്ചു ചെല്ലാൻ ഒരു വാതിൽ തുറന്നിട്ടിട്ടാണോ അൻവർ വന്നത്? CPM-നോട് ഒരു മൃദു സമീപനം അൻവറിനുണ്ടോ എന്ന്? CPM-നോട് അതാണ് ഞാൻ ചോദിച്ചത്. മറ്റൊരു TP ആയനെ അൻവർ, പക്ഷെ അതാകുന്നില്ല. പ്രജീത, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കോൺഗ്രസ് ഇനി ഭരണത്തിൽ വരില്ല എന്നുള്ളത് ദീർഘവീക്ഷണം അൻവറിനുണ്ട്. അൻവറും ഇവരും കൂടെ ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടം. ശശി ഒരുപക്ഷെ നാളെ ഇതിൻ്റെ ഭരണ തലപ്പത്ത് വന്നാലും ഇല്ലെങ്കിലും പിണറായി വിജയൻ ഒരു വേള വീണ്ടും ഭരണത്തിൽ വന്നെങ്കിലോ, വന്നാൽ താൻ സുരക്ഷിതനായിരിക്കണോ, താൻ ഈ പറഞ്ഞതിനൊക്കെ തന്നെ എടുത്ത് തോട്ടിക്കളയേണ്ട സ്ഥിതി ആവരുത്. അതുകൊണ്ട് കേസുകൾ 100 ഉണ്ട്. ഒരു കെ സുധാകരനോ ഒരു KC വേണോ പോലെ വിചാരിച്ചിട്ട് അയാളെ കയറ്റാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഒരു വേള ഒരിക്കൽ കൂടി ഭരണത്തിൽ CPM വരില്ലെന്ന് ഇപ്പം ഈ കണ്ട മാധ്യമങ്ങളെല്ലാം ഇത്രയും പറയുമ്പോഴും നമ്മൾ കണ്ടില്ലേ എന്ത് മാസ് ഓപ്പറേഷനാണ് ഈ M സ്വരാജിനെ ഇറക്കിയിരിക്കുന്നത്. M സ്വരാജ് ജയിക്കുകയും ചെയ്യും. ഈ കണ്ട വോട്ട് സ്പ്ലിറ്റായി പോകുമ്പോൾ ഇദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ അൻവർ തന്നെ കൂടി പോയാലും 5000 വോട്ട് പിടിക്കും. അത് CPM-ന് 5000 വോട്ട് നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ചിലപ്പം CPM-ന് വേദന കാണത്തില്ല. ആ 5000 വോട്ട് ആർക്കാ പോണേ? ഇയാൾക്ക് പോകേണ്ടതാ, ഷൗക്കത്തിന് പോകേണ്ട വോട്ടാണ് ആ 5000 വോട്ട്. അതുകൊണ്ട് CPM-ന് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൃദു സമീപനം ഉണ്ടോ ഇല്ലയോ, CPM-നെ അത്ര കണ്ട് ആക്രമിക്കുന്നുണ്ടോ? എന്നാലും ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അനിൽകുമാർ സംസാരിച്ചപ്പോൾ ശ്രീ അൻവറിനെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു, കാണാൻ അനുവദിച്ചു. അജിത് കുമാർ തെറ്റ് കാണിച്ചു, അജിത് കുമാറിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ എന്തെല്ലാം ചെയ്തു, എന്നിട്ടും ഞങ്ങളെ തീ കോരിയിടുകയല്ലേ എന്നൊക്കെയാണ് അനിൽകുമാറിൻ്റെ സംസാരം. എന്താ സോഫ്റ്റ്! അനിൽകുമാറിന് അറിയാമല്ലോ, വ്യക്താവ്. ഒരുമാതിരി പാറപ്പുറത്ത് തിലകന്റെ സൗണ്ടിന്റെ വേറൊരു സൗണ്ടാണ്. പാറപ്പുറത്ത് കട്ടായിട്ട് തിലകന്റെ സൗണ്ട് എന്നുള്ളതല്ല, അദ്ദേഹത്തെ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുന്ന ചർച്ചയാണ് പലപ്പോഴും. ഞാൻ പറഞ്ഞത് അറിയാമല്ലോ, ഒരു ഷാർപ്പാണ് ആള്, ഒരിക്കലും സൗമ്യനല്ല. ആ അദ്ദേഹം ശ്രീ അൻവർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അൻവർ ഇനി പോയി കിടന്ന് കോൺഗ്രസിന്റെ വാതിൽ മുട്ടാൻ പോകുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് അങ്ങ് എന്തോ ജയിച്ചതുപോലെ. കഴിഞ്ഞ ദിവസം സണ്ണി വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത് അത് ഒരിക്കലും സതീശൻ എടുത്ത തീരുമാനമല്ല, ഞങ്ങൾ ഓൺലൈനായി ഇരുന്ന് തീരുമാനിച്ച് സതീശൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അവരുടെ ഏറ്റവും വലിയ വാൽപ്ലക്കായിട്ടുള്ള മറ്റേ മാങ്കൂട്ടത്തിനെ അയച്ച് രാത്രിക്ക് മുണ്ട് തലയിട്ടുകൊണ്ട് ചെന്നത് അല്ലേ? അപ്പോൾ ഇവർക്ക് കോൺഗ്രസിനാണ് ഇതിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ ഇദ്ദേഹം കാണിച്ച വാവോയ കോടാലിത്തലം. അദ്ദേഹം എന്തിനാണ് ഈ പറയുന്ന ഷൗക്കത്ത് മോശക്കാരനോ ഇല്ലെന്നുള്ള മണ്ഡലത്തിലുള്ള ഒരു വോട്ടിലൂടെ നിശ്ചയിക്കട്ടെ. അദ്ദേഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടി കൂടെ പാലം വലിച്ച് തോപ്പിക്കട്ടെ. എന്തിനു കിടന്ന് ഈ വാകേറി? അപ്പോൾ ഫലത്തിൽ കോൺഗ്രസ് ഞങ്ങൾ ഇപ്പോൾ കാർട്ടൂണുകൾ പലതും വന്നു അല്ലേ? ഗോപീഷ്ണം വരച്ചു, കഥ കടക്കുന്ന സതീശൻ, ജനൽ വഴി ചാടിപ്പോകുന്ന മാങ്കൂട്ടത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങൾ കഥ കടച്ചു, ഞങ്ങൾ കൊട്ടി. കോൺഗ്രസ്, ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് നമുക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി കൂട്ടിയാലും ഇല്ലെങ്കിലും അൻവർ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അൻവർ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ്. ഒരു കള്ളം അല്ല ഒന്ന് പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ 2 കള്ളം പറഞ്ഞുകൊണ്ടാണ് അൻവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ ഇത്രയും ഇതിനകത്തുള്ളൂ. അൻവർ ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അൻവർ പത്രിക ഇതും കൂടെ പിൻവലിച്ചാലും അൻവർ നൈസായിട്ട് പോയി കണ്ട തനിക്ക് ഹോൾഡുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്ത് പറയും, കുത്തിയിരുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാലും നിങ്ങൾ സ്വരാജിന് കൊടുക്കണേ എന്ന് പറയാനും അൻവറിന് ഹോൾഡുണ്ട്. കാര്യം 2 തവണ ജയിച്ചൊരു MLA ആണ് അല്ലേ? കോൺഗ്രസ് പാലം വലിച്ചിട്ടാണ് 2 തവണയും ജയിച്ചത്. അപ്പോൾ കോൺഗ്രസിൽ ആരൊക്കെ പാലം വലിക്കുമെന്ന് കോൺഗ്രസ്സുകാരെക്കാളും അൻവറിനറിയാം അല്ലേ? നമുക്ക് നോക്കാം അൻവറിന്റെ മനസ്സിരിപ്പ് എന്താണെന്നുള്ളത്.